പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 23/3/2024 നടന്ന സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അറബിക് പാർട്ട് 2 അറബിക് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ അനിയന്മാർക്കും നിങ്ങൾക്കും ഒക്കെ അറബി പഠിക്കാനൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അറബിക് എജ്യൂബ്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളൊന്ന് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പരീക്ഷ കുറച്ച് കഷ്ടമായിരുന്നു എന്നൊക്കെയാണ് മൊത്തത്തിൽ റിവ്യൂ ചെയ്തിട്ടുള്ളത്. എങ്കിലും നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മാർക്ക് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ സെക്ഷൻ അജിബ് ആഷറത്തിനുള്ള അസിലത്തിലാത്തിയ 10 ഉത്തരം നൽകുക. വസഫ അബുൽ യാസി വിശേഷിപ്പിച്ചു വിലായത്ത കേരള, അല്ലെ മിസ്ർ ലുബനാൻ ഒന്നുമല്ല, എളുപ്പമായിരുന്നു അതൊക്കെ. തവജ്ജഹ മുഹിയുദ്ദീൻ ആലുവായി തിരിച്ചു എവിടേക്ക്? ഇലൽ ജസീറത്തി എന്ന് പറയണം. കാരണം ഇല വന്നു കഴിഞ്ഞാൽ ഇല ജാറാണ്, അപ്പൊ മജ്റൂർ കസറുള്ള ജസീറത്തി എന്ന് പറയണം, അതാണ് ഉത്തരം വരുള്ളൂ. ബാക്കിയെല്ലാം തെറ്റാണ്. മൂന്നാമത്തെ കാന ഡാഷ് ഷായിറൻ നഷീത്തൻ, കാന ഡാഷ് ഷായിറൻ നഷീത്തൻ, ഒരു ആക്റ്റീവായ കവിയാണ്. ആര്? ഹമ്മൂദ, അല്ലെ ഹമ്മൂദ, അദ്ദേഹമാണ് അറബി ഭാഷയെ കുറിച്ച് എഴുതിയത്. NK അഹമ്മദും ഇവരും കവികൾ തന്നെ, എങ്കിലും ഹമ്മൂദയാണ് ഇതിൽ കൂടുതൽ ശരി. ഓക്കെ. 4 ലാ തബ്കി, കരയരുത്, അല്ലബനിൽ മസ്കൂഫ്, കളഞ്ഞുപോയ പാലിനെ കുറിച്ച് ഓർത്തില്ല, ലാ തബ്കി അലാന്ന വരിക. പിന്നെ 5 വലിമല ലാ അകൂന ഷുർത്തിയ മുറൂർ, അല്ലെ ട്രാഫിക് പോലീസ്, ലാ അകൂന ഷുർത്തിയ മുറൂറിൻ, സിമ്പിൾ ആണ്. പിന്നെ 6 ഇന്നല്ലാഹ, ഇന്ന വന്നു കഴിഞ്ഞാൽ ഇന്നയുടെ ഖബറിന് വമ്മ തൻബീനാണ്, അതായത് ഗഫൂറുൻ ആ ശരിയാവുള്ളൂ, ഗഫൂറൻ ഗഫൂരിൻ ശരിയാവില്ല കേട്ടോ. ഇന്നയുടെ ഇസ്മാണ് അള്ളാഹ എന്നുള്ളത്, അതിന്റെ ഖബറാണ് ഗഫൂറുൻ. അടുത്തത് വഫിഖ് ബൈന ത്വാഇഫത്തൈൻ, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതില് സനത്ത മിയാവ ഇസ്നൈൻ ഹിജ്രിയ, താരിഖ് ബിൻ സിയാദ് തൂഫിയ, മരണപ്പെട്ട വർഷമാണ്. ഷായറുൻ ഇറാഖി ആണ് ആര്? മഅറൂഫ് റുസാഫി. അൽ അഖ്ബാർ, വാർത്ത എന്നതിന്റെ ഇംഗ്ലീഷ് ആണ് ന്യൂസ് എന്നുള്ളത്. അബഖരിയും മിൻ കേരള, കേരളത്തിൽ നിന്നുള്ള ഒരു ജീനിയസ് ആണ് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി. ഓക്കെ. അടുത്തത് ബി ഐ ഇസ്മിൻ വസഫ ഷായർ NK അഹമ്മദ് മൗലവി ഇലായത്തെ കേരള, കേരളത്തെ ഷായർ NK അഹമ്മദ് മൗലവി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഖൈറുള്ള എന്ന പദത്തിലാണ്, അല്ലെ. പിന്നെ ഇക്തഷിഫുൽ ഹാല മിനൽ ജുംല, താഴെയുള്ളതിലെ ഹാൽ ഏതാണ്? ദഹബ റാഷിദുൻ ഇല സൂഖി ബാകിറൻ, ഫതഹ് തൻബീൻ വന്ന വാക്കായിരിക്കും എപ്പോഴും എന്ത് വരിക? ഹാല് വരിക. 13 അജിബ് അൻ ഖംസത്തി മിനല്ലാത്തി, താഴെയുള്ള 5 ഉത്തരം എഴുതുക. ഹുവ താരിഖ് ബിൻ സിയാദ് ഫാത്തിഹുൽ അൻദുലുസ്, സ്പെയിൻ ജേതാവായ താരിഖ് ബിൻ അൻദുലുസ്, അദ്ദേഹം ഹിജ്റ വർഷം 50 ജനിച്ചു. മൂസാ ബിൻ നുസൈറിനെ ജയ്ഷൻ ലി ഫത്ഹിൽ അൻദുലുസ്, അൻദുലുസ് കീഴടക്കാൻ വേണ്ടി അയച്ചു അദ്ദേഹം. അപ്പോ ഇവിടെ ചോദ്യം എന്താണ്? മത്താ ഉലിദ ത്വാരിഖ് ബിൻ സിയാദ്, എപ്പോഴാണ് ജനിച്ചത്? ഇതാണ് ഉത്തരം വരിക. ഉലിദ സനത്ത 50 ഹിജ്രിയ. മനില്ലദി അർസലൽ ജയ്ഷ്, ആരാണ് എന്താണ് സൈന്യത്തെ അയച്ചത്? ആരാണ്? ത്വാരിഖ് ബിൻ സിയാദ്, ത്വാരിഖ് ബിൻ സിയാദ് ആണ് അയച്ചത്. മനില്ലദി ഉരിഫ ബി ഫാത്തിഹുൽ അൻദുലുസ്, ഫാത്തിഹുൽ അൻദുലുസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതും ത്വാരിഖ് ബിൻ സിയാദ് തന്നെയാണ്. ശരിയല്ലേ? അടുത്ത് 14 ഉക്തുബ് സലാസം മിനൽ കലിമാത്തുൽ മുഖ്തബിസ മിനൽ ലുഗത്തിൽ അറബിയ ഇലൽ ലുഗത്തിൽ മലയാളമിയ, അറബി ഭാഷയിലേക്ക് വന്നിട്ടുള്ള എന്താണ് കുറച്ച് വാക്കുകൾ എഴുതാനാണ് പറയുന്നത്. സലാസ് 3 എഴുതിയാൽ മതി. അപ്പൊ അതിലെ ഒരെണ്ണം അവിടെ സാബൂൻ കൊടുത്തിട്ടുണ്ട്, സോപ്പ്. പിന്നെ വക്കീൽ, ബാക്കി, മാഫ് എന്ന് പറഞ്ഞ മാപ്പ്. ഓക്കെ. 15 അൻഷ്
ജുംലതൻ തഷ്തമിലു ഫീഹ അർക്കാന തഷ്ബീഹിൽ അർബ, 4 അർക്കാന തഷ്ബീഹിൽ അർബയും ഉൾപ്പെടുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ അസഅലബു കൽ കൽബി ഫി ഷക്കിൽ, എന്താണ്? സഅലബ് കുറുക്കൻ പട്ടിയെ പോലെയാണ് രൂപത്തിൽ. അപ്പൊ നമുക്കിവിടെ എന്താ പറയാ? അൽ അസദ് അല്ല, അൽ എന്താണ്? ഉമറുൻ അല്ലെ? ഉമർ, ഉമർ കൽ അസദി, ഉമർ, ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, കൽ അസദി സിംഹത്തെ പോലെയാണ്, ഫി ഷജാഅ, ഫി ഷജാഅ ധൈര്യത്തിൽ. അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഓക്കെ. 16 ഇഖ്റഅൽ ജുമലൽ ആതിയ വക്തശിഫ് മിൻഹൽ മുബ്തഅ വൽ ഖബർ, താഴെയുള്ള സെന്റൻസുകളിൽ മുബ്തഅ ഖബർ വേർതിരിക്കാനാണ്. ഇപ്പൊ 2 കോളം വരയ്ക്കുക, മുബ്തഅന്റെയും ഖബറിന്റെയും. അലിയുൻ ഷുജാ, അലി മുബ്തദാണ്, ഷുജാ ഖബറാണ്. അൽ ഖാഅത്തു വാസിയ എന്നുള്ളത് ഖാഅത്തു മുബ്തദാണ്, വാസിയ ഖബറാണ്. കിതാബ് മുബ്തദാണ്, സമീൻ ഖബറാണ്. അൽ ഹുനൂദ് മുബ്തദാണ്, ഇഖ്വത്തുൻ ഖബറാണ്. ഓക്കെ. 17 ഉക്തുബ് സലാസ ജുമലിൻ മുഖ്തലിഫ ഫി കുല്ലി വാഹിദ് മിൻഹാ ഹർഫു ജർറിൻ ഇസ്മു മജ്റൂർ, താഴെ 3 സെന്റൻസ് ഉണ്ടാക്കുക, അതിലെല്ലാത്തിലും ഹർഫു ജറും മജ്റൂറും വേണം. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിൽ ബൈത്തി ബുസ്താനിൻ, ഫിൽ ബൈത്തി, ഇതില് ഈ ഫീ ആണെന്ത്? ഹർഫു ജർ, ബൈത്താണ് ഇസ്മു മജ്റൂർ. അപ്പൊ ഫിൽ ബൈത്തി ബുസ്താനിൻ, വീട്ടിൽ തോട്ടമുണ്ട്. അടുത്ത സെന്റൻസ് ഫിൽ മദ്രസത്തി മുദർരിസുൻ, സ്കൂളിൽ അധ്യാപകനുണ്ട് അല്ലെ? അതുപോലെ ഫിൽ ബുസ്താനി ഫറാഷത്തുൻ, തോട്ടത്തിൽ ആരുണ്ട്? ഫറാഷ, പൂമ്പാറ്റയുണ്ട്, അല്ലെങ്കിൽ പൂമ്പാറ്റയുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. അവിടെ അങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് 3 എണ്ണം. 18 കമ്മിൽ ആയത്തുൽ കരീമ ബി അൽഫാദിൽ മുലായിമ മിനൽ ഖൗസൈൻ, താഴെയുള്ള ഈ ബ്രാക്കറ്റിനകത്ത് ഈ വാക്കുകളോട് പൂരിപ്പിക്കാനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖൈമറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്ലും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അതുപോലെ പിന്നെ 19 ലമ്മ ലഖിയത് ഹമ്മൂദ കമാ ഫഹിംത മിൻ ഖിസ്സത്തി ശുർത്തിയിൽ മുറൂർ, ശുർത്തിയിൽ മുറൂറിൽ പഠിച്ച പോലെ ഹമ്മൂദിയെ കണ്ടുമുട്ടിയപ്പോ അറത്ത മുഖാബലത്തെ മാഹോ, അവരോട് ഇന്റർവ്യൂ നടത്തണം. അപ്പൊ അഇദ്ദ അർബഅത അസ്ഇലതൻ ലിമുഖാബലതിഹി, അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി 3 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, 4 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നാണ്. പല വർഷവും ക്വസ്റ്റ്യനിൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഒരു മോഡലോട് കാണി, ഇതാണ്. അതോട് അയിന ബൈത്തുക്ക, നിങ്ങളുടെ വീട് എവിടെയാണ്? ഉദ്കുറൻ ബഅലാ യുസ്റതിക്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയൂ. ലിമ ഇഖ്തർത ഹാദിഹിൽ വലീഫ, എന്തിനാണ് ഈ ജോലി തിരഞ്ഞെടുത്തത്? ഫി അയ്യ മദ്രസത്തിൻ ദറസ്ത, ഏത് സ്കൂളിലാണ് പഠിച്ചത്? കൈഫ കാന സഫറുക ഇലൽ മദ്രസ വൽ ബൈത്ത്, സ്കൂളിലേക്കും വീട്ടിലേക്കുമുള്ള നിങ്ങളുടെ യാത്ര എങ്ങനെയായിരുന്നു? അവസാനത്തെ ക്വസ്റ്റ്യൻ മാഹിയ റിസാലത്തുക ലിൽ ജീൽ ജദീദ്, പുതിയ സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കാം. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, 4 5 മാർക്ക് കിട്ടും. അടുത്ത് ലം യമുദ് ഷാബുൻ തഫാന ഫി ഹവാഹ വസ്തഫാഹ, അറബി ഭാഷയെ കുറിച്ചുള്ള വരികളാണ്. മാത ഈദ് ഷായർ ഹലീം ഇബ്രാഹിം ദമ്മോസ് ബി ഹവാഹ, ഹവാഹ കൊണ്ട് എന്ന് ഹലീം ദമ്മോസ് ഉദ്ദേശിച്ചത് എന്താണ്? ഉക്തു ഫിഖറത മൂജസ ഫി മദ്മൂൻ ഷഅർ ലാ തലുംനി, ലാ തലുംനിയെ ആസ്പദമാക്കി ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ പല പ്രാവശ്യം ചെയ്തതാണ് കേട്ടോ. ലാ തലുംനി മദ്മൂമുൻ ജമീൽ ലിഷായർ ഹലീം ഇബ്രാഹിം ദമ്മൂസ് ലഹു ഖസായിദുൻ ഫി മദ്ഹിൽ ലുഗത്തിൽ അറബിയ്യ വ മഹബ്ബതിഹ, അറബി ഭാഷയുടെ സ്നേഹവും മധുഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കവിതകൾ അദ്ദേഹത്തിനുണ്ട്. ഷായർ അറബി ഭാഷയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ന ആഷിഖതഹു അൽ വഹീദ് വലാ യുബാലി ഫി മഹബ്ബതിഹിം ലൗമത ലായിം, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെ അദ്ദേഹത്തിന്റെ അറബി ഭാഷയോടുള്ള സ്നേഹത്തിൽ അദ്ദേഹം ഭയപ്പെടുന്നില്ല. പിന്നെ അദ്ദേഹം അറബി ഭാഷ പഠിച്ച് തന്റെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ് ഉണ്ടല്ലോ, അത് എഴുതി വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത് 21 കമ്മലിൽ ഫറാഖ് ബി വലസിയാത്തിൻ മുനാസിബ വലബിദ് ബിൽ അഷ്കാൽ, താഴെയുള്ളവിടെ ശരിയായ സീഗ വെക്കുക. മാളി മുദാരി അംറു നഹിയാണ്, എളുപ്പമല്ലേ? നസറ യൻസുറു
ഉൻസുർ എന്നാണ്. ഏതാണ്? ഉൻസുർ. ഞാനിവിടെ എഴുതിയിട്ടില്ല. ലാ തൻസുർ. നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ജലസ, യജ്ലിസു, ഇജ്ലിസ്. ഇജ്ലിസ്, ലാ തജ്ലിസ്. ലാ തജ്ലിസ് എന്നാണ് വേണ്ടത്. അടുത്ത് റമ, യർമി, ഇർമി, ലാ തർമി. ദഅ, യദ്ഉ, ദഅ, യദ്ഉ. അവസാനം വാവ് ഉണ്ട് കേട്ടോ. യദ്ഉ എന്ന് എഴുതുമ്പം ഉദ്ഉ, ലാ തദ്ഉ. മനസ്സിലായോ? അങ്ങനെയാണ് 21ന്റെ ഉത്തരം വരിക. 22 അഅദ ഫഖറതൻ ബസീത അൻ ബിറുൽ വാലിദൈൻ അലാ ലൗഇൽ ആയാത്തിൽ ഹദീസ. ഹദീസും ആയത്ത് ഉപയോഗിച്ചുകൊണ്ട് ബിറുൽ വാലിദൈൻ സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ നിങ്ങൾ ബിറുൽ വാലിദൈൻ ജസ്റ്റ് അടിച്ചു നോക്കിയ ഒരുപാട് പാരഗ്രാഫുകൾ കിട്ടും. ഞാനിവിടെ ജസ്റ്റ് ഇതാണ് ഇഹ്സാൻ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, ഖുർആൻ ആയത്തൊക്കെ അത് വെച്ചിട്ട് എഴുതാം. ഇവിടെ ഞാനൊന്ന് നെറ്റിലെടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ടോ? ഇന്ന ബിറുൽ വാലിദൈൻ ഹുവ അഖ്സ ദറജാത്തുൽ ഇഹ്സാൻ ഇലൈഹിമ ഫയദ്ഖുലു ഫീഹി. ഒരു അവരോട് ചെയ്യുന്ന ഏറ്റവും നന്മയുടെ ഏറ്റവും ഉയർന്ന തലമാണ് ബിറുൽ വാലിദൈൻ. അതില് മാ യുഹിബ്ബു മിൻ റിആയത്തി വൽ ഇആയന, അവർക്ക് നൽകേണ്ട പരിഗണനയൊക്കെ അതിൽ ഉൾപ്പെടും. വഖദ് അഖദല്ലാഹു അൽ-അംറ ബി ഇക്റാമിൽ വാലിദൈൻ, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് അള്ളാഹു ശ്രമിച്ചിട്ടുണ്ട്. വബിൽ ഇഹ്സാനി ഇലൈഹിമ, അവരോട് നന്മ പ്രവർത്തിക്കണം. അല്ലേ? ബിഇബാദതിഹി അല്ലതി ഹിയ തൗഹീദുഹു വൽ ബറാഅതു അനിശ് ശിർക്ക് വൽ ഇഹ്തിമാമു ബിഹി തഅലീമുഹു. പിന്നെ വമിൻ റവായിദ് ദീനിൽ ഇസ്ലാമി തംജീദുഹു ലിൽ ബിർ ഹത്താ സാറ യഅരിഫു ഫഹഖൻ ഇന്ന ദീനൽ ഇസ്ലാം. ഇവിടെ ഇങ്ങനെ വിശദമായി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിത് ഗൂഗിൾ, ഞാൻ മറ്റേ ഇന്ന് എടുത്തതാണ്, മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ വിക്കിപീഡിയ എടുത്തതാണ്. ഇതുപോലെ എന്ത് നിങ്ങൾക്ക് നമ്മുടെ ബിറുൽ വാലിദൈനെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഖുർആൻ ആയത്തുകൾ. അപ്പൊ അത് വെച്ച് ചുരുക്കി ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ് അതിന്റെ ശരി. പിന്നെ 23 മൽ മുറാദ് മിസ്ൽ മവാഇദ് ഉർഖൂഫ്. മവാഇദ് ഉർഖൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാലോ അല്ലേ? നമ്മളെ അൽ മസലുൽ ലദി യുളറബു ലിമൻ യുഖ്ലിഫുൽ വഅദ അല്ലേ? അൽ മസലുൽ ലദി യുളറബ് ലിമൻ യുഖ്ലിഫുൽ വഅദ, കരാർ ലംഘിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണെന്ത്? മവാഇദ് ഉർഖൂഫ്. അതിന്റെ സംഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് വിശദീകരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത് ജറത് ഫി മദ്രസത്തിക്ക് റിഹലത്തുൻ ദിറാസിയ ഇല ഡൽഹി. ഡൽഹിയിലേക്ക് ഒരു യാത്ര നടന്നു. ഇസ്തഗറഖത്ത് റിഹ്ല ഉസ്ബുഅൈൻ, 2 മാസം അല്ല 2 ആഴ്ച നീണ്ടു നിന്നു. അതിനെക്കുറിച്ച്, ആ യാത്രയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു മോഡല് ഇവിടെ ഇത് ആഗ്രയിലേക്ക് പോയതാണ്. അവലൻ അഹ്മദുല്ലാഹ തആല അൻ വഫഖനി ഫി റിഹലത്തി ഇല ആഗ്ര. ഇവിടെ ആഗ്ര ജില്ല എന്താക്കിയാൽ മതി? ഡൽഹിയിലാക്കിയാൽ മതി. ദാലിക യൗമുൻ ഫറഹിൻ മസ്റൂറുൻ ഫി ഹയാത്തി, എന്റെ സന്തോഷമുള്ള ദിവസമാണ്. കൂട്ടുകാരോടൊപ്പം അധ്യാപകരോടൊപ്പം ഞാൻ പോയി. എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി. അവിടുന്ന് ഞങ്ങൾ മദീനത്ത് മുംബൈയിലെത്തി. മുംബൈക്കല്ലേ പോണത്? മുംബൈയിലാണ്. ഡൽഹി എത്തി അല്ലെ? അങ്ങനെ ഇതേ സംഭവങ്ങള്, അവിടെ കണ്ട സംഭവങ്ങളും സ്ഥലങ്ങളൊക്കെ ഇതിൽ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ആണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടത്? ഈ ഇദ്ദേഹത്തെ കുറിച്ചുള്ള നമ്മുടെ യാത്രാ വിവരണം തയ്യാറാക്കേണ്ടത്. മനസ്സിലായോ? അടുത്ത് അരിബിൽ ജുംല, താഴെയുള്ളത് ജുംല അറബിയിൽ കാക്കാൻ. മൈ ഫാമിലി ഈസ് സോ ഹാപ്പി. ഉസ്രത്തി സഈദത്തുൻ ജിദ്ദ എന്നും കൂടി കേട്ടോ. I have 2 brothers and 1 sister. Li akhawani wa ukhtun. My father is a farmer. Abi muzari'un. And my mother is housewife. Wa ummi rabbatul baits. I am studying well. Ana adrusu jayyidan. Ana adrusu jayyidan. I love my family. Ana uhibbu usrati. അങ്ങനെ കൊടുക്കാം. ഓക്കെ, അടുത്ത് 26 തർജമൽ ഫഖറത്ത് താലിയ ഇലൽ ഇൻജിലീസിയ. താഴെയുള്ള പാരഗ്രാഫ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. വുലിദ ജവഹർലാൽ നെഹ്റു ഫി ഇലാഹാബാദ് സനത്ത 1889 അല്ലെ? അപ്പൊ
Jawaharlal Nehru born in Allahabad on 1998 അല്ലേ എന്ന് എഴുതും. യൗമ വിലാദത്തിഹി യുസ്തഫ്ലു യൗമൽ അത്ഫാൽ. ഹിസ് ബർത്ത്ഡേ ഈസ് celebrated as Children's Day. هذا اليوم يوم وطني. This day is يوم وطني للهند. This day is a national day of India. എന്ന് കൊടുക്കണം. This day is a national day of India. അങ്ങനെ കൊടുക്കണ്ടേ. 27 ഇക്തശിഫുൽ ഫഖറത്തുൽ ഹഖീഖ ലിൽ അബിയാദ് താലിയ ലിൽ മഅറൂഫ് റുസാഫിയുടെ കവിത. ഈ കവിതയുടെ സെന്റർ പോയിന്റ് എഴുതാനാണ് പറയുന്നത്. നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, നമുക്ക് കൂടി കാണിച്ചു തരാം. ഹാദ സത്രാൻ, ഈ രണ്ടു വരികളും മിൻ മൻലൂമി നാമോ വലാത്ത സ്തൈക്കുലിൽപ്പെട്ടതാണ്. ലിഷായർ ഇറാഖി അൽ മഅറൂഫ് മഅറൂർ റുസാഫി യഖൂലു ഷായർ ഹാദൽ മൻലൂം ഫി ഉസ്ലൂബിൻ സുഖരിയിൻ. ഒരു കളിയാക്കുന്ന രൂപത്തിലാണ് ഈ പദ്യമുള്ളത്. യുആതിബുൽ കുത്താബ് വൽ ഉദബാ അല്ലദീന സഖതു അൻ ഇഖ്തിലാൽ ഇൻജിലീസ് ഫിൽ ഇറാഖ്. ഇറാഖിലെ ഇംഗ്ലീഷ് എന്താണ് മൊണോപ്പൊളി അല്ലെങ്കിൽ അധിനിവേശത്തിനെതിരെ ഉദബാക്കളും എഴുത്തുകാരൊക്കെ മിണ്ടാതിരുന്നതിന് അദ്ദേഹം വിമർശിക്കുകയാണ് ഇതിൽ, അല്ലെ? ഈ വഴിയിൽ എന്താണ് പറയുന്നത്? അൻതും ലാ തഫ്ഹൂനമായ ഫീ ബിലാദിക്കും, നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓ അൻതും തബഖൂന ഫിൽ ജഹാല, നിങ്ങൾ മണ്ടന്മാരായിട്ടിരിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ഇരുന്നോ, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നവരെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, അല്ലെ? ഓക്കെ, അതാണ് അത് എഴുതുന്നത്. ഇനി 28-ാമത്തെ അഇദ്ദ മുദക്കറ ഇസ്തിഹ്സാനിയ അൻ ഹിജ്റത്ത് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ ഇലൽ മദീന. മദീനയിലേക്ക് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ ഹിജ്റ പോയതിനെ കുറിച്ചിട്ട് എഴുതാനാണ്, അല്ലെ? അപ്പൊ അതില് വേണ്ട സൂചകങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പലവട്ടം പരീക്ഷകളിൽ വന്നതാണ്, എങ്കിലും ഒന്ന് കാണിക്കാം. ഹിജ്റത്ത് ഉമ്മു സൽമ കണ്ടോ? ഹല്ലന്തി വഹീദ എന്നുള്ളത് ഖിസ്സത്തുൻ താരീഖിയ മിൻ ഹിജ്റത്ത് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹു. കാനത്ത് ഹിയ സൗജുഹാ വ ഇബ്നുഹാ മിന സാബിഖീൻ ലൗവലീൻ ഇസ്ലാം. ഇസ്ലാമിലേക്ക് ആദ്യം വന്നവരാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അവരും അവരുടെ ഭർത്താവും മകനും. ആ കുടുംബം ഒരുപാട് പ്രയാസങ്ങൾ അവർ ഹിജ്റ പോയപ്പോ അവരുടെ ബനുൽ മുഗീറ, അവരുടെ ഗോത്രം അവരെ തടഞ്ഞു. ഫനസഗത്ത് ഖബീലത്തു അബീ സലമ ബനു അബ്ദുൽ അസദ് ഇബ്നഹ, തന്റെ മകനെ തടഞ്ഞു. വഫറഖ ബൈനഹും, അവർ വേർപിരിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ പാരഗ്രാഫ് എഴുതുകയാണ് വേണ്ടത്. അതിൽ മനസ്സിലായോ? അടുത്തത് കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറയാത്തത് എല്ലാം കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് തീരില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ 18 മിനിറ്റായി. 29 ഉക്തബ് മഖാലത്തം വജീസ അൻ ഖിദമാത് ദക്തൂർ മുഹീദ്ദീൻ ആലുവായി. ഡോക്ടർ മുഹീദ്ദീൻ ആലുവായിയുടെ സേവനങ്ങളെ കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പല പ്രാവശ്യം ചെയ്തതാണ്. അതിന്റെ മോഡൽ വീണ്ടും കാണിക്കാം. ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി ഒരു പണ്ഡിതനാണ്, ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനാണ്, ജീനിയസായ അധ്യാപകനാണ്. ആലുവയിലെ വെളിയത്തനാടിൽ അദ്ദേഹം ജനിച്ചു, അല്ലേ? പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ദാറുൽ ഉലൂം വാഴക്കാടിൽ ചേർന്നു. സുമ്മ ഇൽതഹഖ ബിൽ ബാഖിയാത്ത് സാലിഹാത്തിൽ ചേർന്നു, അവിടെ പഠിച്ചു. പിന്നെ അദ്ദേഹം മിസറിലേക്ക് പോയി. പിന്നെ അദ്ദേഹം ഒരുപാട് ഇന്ത്യയിലും പുറത്തും ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജാമിയ അൽ അസ്ഹർ ഉസ്താദായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ദഅവത്തുൽ ഇസ്ലാമിയ ഫി ശുബ്ഹൽ ഖാറത്തുൽ ഹിന്ദിയ. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു, അല്ലെ? പിന്നെ മുസാഹമത്തു, അത് പറയാം എടാ. ഇതില് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയാൽ തന്നെ അതിന്റെ ഉത്തരമായി. മനസ്സിലായോ? അപ്പൊ അതാണ് മുഹീദ്ദീൻ ആലുവായെ കുറിച്ച് എഴുതേണ്ടത്. അടുത്തത് 30 അഅദ്ദ മഖാല അൻ ഇന്തിഷാർ ലോകത്തിൽ അറബിയ ഫി കേരള. കേരളത്തിലെ അറബി ഭാഷയുടെ വ്യാപനത്തെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതും പല പ്രാവശ്യം നമ്മൾ ചോദിക്കപ്പെട്ടതാണ്. ഒന്നുകൂടി പറയലാ. കേരള വിലായത്തും സഗീറ, കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. അറബികൾ അവിടേക്ക് വരുമായിരുന്നു പഴയകാലം മുമ്പ് തന്നെ. അതുകൊണ്ട് കേരളത്തിലെ ആളുകളുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ആദ്യം കച്ചവട ബന്ധമായിരുന്നു കേരളക്കാർ തമ്മിൽ, അല്ലെ? പിന്നെ അറബി ഭാഷ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ചു, അല്ലെ? അതില് വകാനൽ മുസ്ലിമൂന ഫി കേരള യദ്റുസൂന ലുഗത്തുൽ അറബിയ്യ ലിഹാജതിഹിം ദീനിയ്യ. അവരവരുടെ ദീനി കാര്യത്തിന് വേണ്ടി അറബി പഠിച്ചു. അങ്ങനെ ദർസുൽ മസ്ജിദി, പള്ളി ദർസുകൾ തുടങ്ങി, അല്ലെ?
പിന്നെ കേരളത്തിലെ ദറാസുൽ ലുഗത്തുൽ അറബി കേരള അവ്വലൻ ഫി ദറസുൽ മസ്ജിദി പള്ളി ദർസുൽ മിസ്ല മസ്ജിദുൽ ജാമി ഫന്നാനി ജുമാ മസ്ജിദിലൊക്കെയാണ് അത് തുടങ്ങിയത്. പിന്നെ ഇപ്പൊ അറബി ഭാഷ കേരളത്തില് LP മുതൽ മർഹലത്തിൽ ജാമിഇയ്യ യൂണിവേഴ്സിറ്റി തലം വരെ പഠിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അറബി ഭാഷയുടെ വ്യാപനത്തെക്കുറിച്ചും പാരഗ്രാഫ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആകത്തുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ചോദിക്കുന്നത് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അനിയന്മാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചാനലാണിത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും പറയുക. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.